നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. 4 ടീമുകൾ ബാക്കി. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. ഇതാ ക്വാർട്ടർ ഫൈനലിന് ശേഷമുള്ള നമ്മുടെ പവർ റാങ്കിങ് 4 ടീമുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ റാങ്കിങ് വളരെ എളുപ്പമാണ്. ടീമുകളുടെ പ്രകടനമൊക്കെ വിലയിരുത്തി ആർക്കും പറയാവുന്ന ഒരു റാങ്കിങ്ങുമാണിത്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, പവർ റാങ്കിങ് എന്ന് പറയുന്നത് കിരീട സാധ്യത എങ്ങനെ എന്നുള്ളത് ഒരു വിലയിരുത്തൽ മാത്രമാണ്. അത് തന്നെ കളിക്കളത്തിൽ സംഭവിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ടീമുകളുടെ മുൻ മത്സരങ്ങളുടെ പ്രകടനവും താരങ്ങളുടെ പെർഫോമൻസും ഏതൊക്കെ താരങ്ങൾ അവൈലബിൾ ആണെന്ന് നോക്കലും അങ്ങനെയൊക്കെയാണ് ഇത് വെക്കുന്നത്. 90 മിനിറ്റ് അത് തന്നെ നടന്നോളണമെന്നില്ലല്ലോ. കാരണം നമ്മൾ പ്രവചിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കൂല. അത് ഫുട്ബോളാണ്, വല്ലപ്പോഴൊക്കെ നടക്കാം. അപ്പോൾ അതിന് ആ സെൻസിൽ, ആ അർത്ഥത്തിലെടുക്കാം. ഫുട്ബോൾ പ്രേമികൾ കളിയുടെ ആവേശത്തിൽ ഇങ്ങനെ വിശകലനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അവർ രണ്ടും ടീമും തമ്മിലല്ലേ സെമി ഫൈനലിൽ മുട്ടുന്നത്. പിന്നെ അങ്ങനെ അതിലൊരു ടീം ഒന്നാമതും മറ്റേ ടീം രണ്ടാമതും ആവും എന്നൊക്കെ മുമ്പ് കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പവർ റാങ്കിൽ ഞാൻ അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പവർ റാങ്കിങ് എന്താണെന്നുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അത് ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കറിയാം. ശരി, 4 ടീമുകൾ: ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജൻറ്റീന. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത? ഏത് ടീമിനാണ് കുറവ് കിരീട സാധ്യത? ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച്, താരങ്ങളുടെ അവൈലബിലിറ്റി വെച്ച്, അതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 4 ടീമുകളിൽ ഏത് ടീമിനും കിരീട സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലവിൽ ഈ 4 ടീമുകളിൽ കുറഞ്ഞ കിരീട സാധ്യത നമുക്ക് പറയാൻ പറ്റുക 4-ാം സ്ഥാനത്ത് അർജൻറ്റീന. പെർഫോമൻസ് നോക്കിയാൽ മതി. അപ്പം അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വിശകലനവും വേണമെന്നില്ല. പക്ഷേ ലണൽ സ്കലോനിയുടെ ടീം എങ്ങനെ ആയാലും ജയിച്ചു കയറുന്നുണ്ട്. കെബർദയോട് ബുദ്ധിമുട്ടിയിട്ട് ജയിച്ചു കയറി. അതുപോലെ തന്നെ ഈജിപ്തിനോട് നല്ല കംബാക്കാണ് നടത്തിയത്. പക്ഷെ അതും അവസാന നിമിഷത്തിലെ ഗോളിലാണ്. അവസാന കളിയും അവർ അങ്ങനെ തന്നെയാണ് വിജയിച്ചു കയറുന്നത്, എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലൻഡിനെതിരെ. അതായത് ഈ നോക്കൗട്ട് സ്റ്റേജിലെ മത്സരങ്ങളിൽ 3 അവർ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കളി ഒഴികെ ബാക്കി 2 കളിയും എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലാണ് നമ്മളിതിനെ കാണേണ്ടത്. കോച്ച് സ്കലോനി തന്നെ പറഞ്ഞു, ഞങ്ങൾ ലക്കിയാണ്, ഈ കളി ജയിച്ചു, ഞങ്ങൾ സെമിയിലെത്തി എന്നുള്ളത് ലക്കിയാണെന്ന് കോച്ച് സ്കലോനി തന്നെ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. സ്കലോനി തന്നെ പറയുന്നു, ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ ഒരുപാട് മേഖലകളുണ്ട്, ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യുക, റിക്കവർ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇംഗ്ലണ്ടിനെതിരെ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ 4-മത് അർജൻറ്റീന വരുമ്പോൾ മൂന്നാമത് ഇംഗ്ലണ്ട് തന്നെയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ മെക്സിക്കോക്കെതിരെ കളിച്ച കളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു തീപ്പൊരി കളിയാണ്. അങ്ങനെയാണ് അവർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളതെന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ നോർവേക്കെതിരെയുള്ള കളിയിൽ അവർ എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിലാണ് അവർ വിജയിച്ച് കയറുന്നത്. ആ ക്യാമറ വയറിൽ കൊണ്ട ഗോളായതൊക്കെ വിവാദമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അർജൻറ്റീനയ്ക്കെതിരെയുള്ള സെമി ഫൈനലിൽ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. ഹിസ്റ്റോറിക്കായിട്ട് കുറേ കാര്യങ്ങൾ കൂടിയുള്ളൊരു സെമിയാണ്. അപ്പോൾ എന്തും സംഭവിക്കാം, തർക്കമൊന്നുമില്ല, എന്തും സംഭവിക്കാം. പക്ഷേ ഒരു ചെറിയ എഡ്ജ് ഇംഗ്ലണ്ടിനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 3-മതാണ് പവർ റാങ്കിങ്ങിൽ ഇംഗ്ലണ്ട് വരുന്നതെങ്കിൽ രണ്ടാമത് തർക്കം വേണ്ട, അത് തീർച്ചയായിട്ടും സ്പെയിനാണ്. സ്പെയിൻ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ആകെ 1 ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ കളിയിൽ സംഭവിച്ചതാണ്. അതൊഴികെ മറ്റൊരു കളിയിലും അവർ ഗോൾ വഴങ്ങിയിട്ടില്ല. ആദ്യത്തെ 1-2 കളികളിൽ അവരൊന്ന് ബുദ്ധിമുട്ടി ഗോളടിക്കാനെങ്കിൽ പിന്നാലെ അവർ ഗോൾ വർഷം തന്നെ നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 കളികളും അവർ 1 ഗോൾ മാർജിനിലാണ് വിജയിച്ച് കയറിയത്. 1 ഗോൾ മാർജിനിൽ ബെൽജിയത്തിനെതിരെ ശരിയാണ്, അത് 2-1 വിജയമാണ്. എന്നാൽ അവരുടെ എതിരാളികളായിട്ട് അതിന് മുമ്പത്തെ മത്സരത്തിൽ വന്നത് പോർച്ചുഗലോട് അവസാന നിമിഷത്തിലാണ് ജയിച്ചത്. സോ മൈക്കൽ മെറീനയുടെ 2 ഗോളുകളാണ് അവരെ സഹായത്തിനെത്തിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ഡിഫൻസ് മികച്ചതാണ്. ഇതുവരെ വലിയ രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ ഫ്രാൻസിനോട് അവർ ശരിക്കും പരീക്ഷിക്കപ്പെടും. അല്ല, അവർ 2-മത് വരുമ്പോൾ ഒന്നാമതാണ് ഫ്രാൻസ്. പവർ റാങ്കിങ്ങിൽ 1-മതാണ് ഫ്രാൻസ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് നിര അമ്മാതിരി തീപ്പൊരി കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ടീമാണ്. ആകെ പരാഗ്യോ ഒരു ഡേട്ടി ഗെയിം എന്ന രൂപത്തിലുള്ള ടാക്ടിക്സ് എടുത്തപ്പോൾ മാത്രമാണ് അവർ ഗോളടിക്കാൻ ബുദ്ധിമുട്ടിയത്. ബട്ട് സ്റ്റിൽ അവർ ഗോളടിച്ച് ജയിച്ചു, പെനാൽറ്റി ആണെങ്കിൽ പോലും. ബാക്കി കളികളിലൊക്കെ അവരുടെ
മിസൈൽ ആക്രമണ നിര അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എംബാപ്പയുടെ 8 ഗോളുകളും ഡംബലയുടെ 5 ഗോളുകളൊക്കെ അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഒലീസയുടെ 5 അസിസ്റ്റുകൾ. മധ്യനിരയിലാണ് പിന്നെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ളത്. ഡിഫൻസും മികച്ചത് തന്നെയാണ്. സോ കിരീട സാധ്യതയിൽ ഒന്നാമത് ഫ്രാൻസാണ്. ഇനിയിപ്പോൾ ചില ആളുകൾ ലോജിക്കൊക്കെ ചോദിച്ചു വരും. ഒന്നാമത് ഫ്രാൻസ് വന്നാൽ പിന്നെ സ്പെയിൻ അവിടെ എത്തൂലല്ലോ, സ്പെയിനെ ഒഴിവാക്കണ്ടേന്നൊക്കെ. ഇത് കിരീട സാധ്യതയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അത് നമ്മൾ നേരത്തെ പവർ റാങ്കിങ് എന്താണെന്ന് വിശദീകരിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രം. വൺസ് അഗെയിൻ നമ്മൾ പവർ റാങ്കിങ് വളരെ പെട്ടെന്നൊന്ന് പറയുകയാണ്. ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ഇപ്പോൾ ഫ്രാൻസ്, രണ്ടാമത് സ്പെയിന്, മൂന്നാമത് ഇംഗ്ലണ്ട്, നാലാമത് അർജൻറ്റീന. 4 ടീമുകളേ ഉള്ളൂ. ഏത് ടീമിനും സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ പെർഫോമൻസ് വെച്ച് ഇതാണ് പവർ റാങ്കിങ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.